ചൈതന്യം പകരും സന്നിധി മതി, സന്നിധി മതി, ദൈവ സന്നിധി മതി. ആത്മചൈതന്യം പകരും സന്നിധി മതി. സങ്കടം മാറ്റി സന്തോഷിപ്പിക്കും സന്നിധിയാണിത്. ലോകം തരാത്ത ദിവ്യ സന്തോഷം ലഭിച്ചിടും ഇവിടെ. സങ്കടം മാറ്റി സന്തോഷിപ്പിക്കും സന്നിധിയാണിത്. ലോകം തരാത്ത ദിവ്യ സന്തോഷം ലഭിച്ചിടും ഇവിടെ. ആനന്ദഘോഷമുണ്ട്, ആത്മാവിൻ ഗീതമുണ്ട്, ആത്മരക്ഷയും ആത്മഫലങ്ങളുമുണ്ട്. ആനന്ദഘോഷമുണ്ട്, ആത്മാവിൻ ഗീതമുണ്ട്, ആത്മരക്ഷയും ആത്മഫലങ്ങളുമുണ്ട്. സന്നിധി മതി, ദൈവ സന്നിധി മതി. ആത്മചൈതന്യം പകരും സന്നിധി മതി. ക്ഷീണങ്ങൾ മാറ്റി ശക്തീകരിക്കും സന്നിധിയാണിത്. ബലഹീനർക്കു ബലം പകരും സന്നിധിയാണിത്. ക്ഷീണങ്ങൾ മാറ്റി ശക്തീകരിക്കും സന്നിധിയാണിത്. ബലഹീനർക്കു ബലം പകരും സന്നിധിയാണിത്. രോഗസൗഖ്യങ്ങളുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, ആത്മപകർച്ചയും ആത്മവരങ്ങളുമുണ്ട്. രോഗസൗഖ്യങ്ങളുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, ആത്മപകർച്ചയും ആത്മവരങ്ങളുമുണ്ട്. സന്നിധി മതി, ദൈവ സന്നിധി മതി. ആത്മചൈതന്യം പകരും സന്നിധി മതി. സന്നിധിയാണിത്. അവസ്ഥയെല്ലാം അറിഞ്ഞു മാറിക്കും സന്നിധിയാണിത്. അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കും സന്നിധിയാണിത്. അവസ്ഥയെല്ലാം അറിഞ്ഞു മാറിക്കും സന്നിധിയാണിത്. ബന്ധനങ്ങൾ അഴിയും, വിടുതൽ വെളിപ്പെടും, ശത്രു തോറ്റിടും, നാം ജയക്കൊടി ഉയർത്തും. ബന്ധനങ്ങൾ അഴിയും, വിടുതൽ വെളിപ്പെടും, ശത്രു തോറ്റിടും, നാം ജയക്കൊടി ഉയർത്തും. സന്നിധി മതി, ദൈവ സന്നിധി മതി. ആത്മചൈതന്യം പകരും സന്നിധി മതി. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വം. വാഗ്ദത്തം എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. നിങ്ങൾക്കറിയാമല്ലോ, വാഗ്ദത്തം. നമുക്ക് ദൈവം ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, അനുഗ്രഹീതമായ ചില വാഗ്ദത്തങ്ങൾ. ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വാഗ്ദത്തം നിത്യജീവൻ തന്നെ. നിത്യജീവൻ. എപ്പോൾ കടന്നു പോയാലും ദൈവരാജ്യത്തിൽ ചെല്ലും എന്നുള്ള ഉറപ്പ്. എപ്പോൾ മരിച്ചു പോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലും എന്നുള്ള ഉറപ്പ്. നിത്യജീവൻ, നിത്യ സമാധാനം, നിത്യശാന്തി, നിത്യ സ്വർഗതീരം, നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നുള്ള ഉറപ്പ്. വാഗ്ദത്തം ഒന്നാമത്തേത്. രണ്ടാമത്തേത് ആന്തരികമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നുള്ളതായ വാഗ്ദത്തമാണ്. സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം, ദുഷ്ടശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം, ദുഷ്ട സാഹചര്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം, വിവിധ രീതിയിലുള്ളതായ സ്വാതന്ത്ര്യം, ആന്തരികമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നു. അകത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അകത്തൊരു സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു വിടുതലിൻ്റെ അനുഭവം.
എല്ലാം കൊഴിഞ്ഞു പോയതുപോലെ. ചുമടുകളുണ്ട്, എല്ലാം അങ്ങ് ഊർന്നു പോയതുപോലെ. ഭാരങ്ങളുണ്ട്, എല്ലാം അങ്ങ് മാറിപ്പോയതുപോലെ. ദുഃഖങ്ങളും ആകുലങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു അതിൽ നല്ലൊരു സ്വാധീനം കിട്ടുന്നു. പാപത്തിൻ്റെ, കഴിഞ്ഞകാല ജീവിതത്തിലെ പാപത്തിൻ്റെ ചില കെടുതികളുണ്ട്, അതിന് ചില ഓർമ്മകളുണ്ട്, അതെല്ലാം അങ്ങ് മാറിപ്പോകുന്നു. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം അങ്ങ് വിട്ടുപോയി എന്നുള്ളൊരു ഉറപ്പ്. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, അനേകം ശാപത്തിൽ നിന്ന് ഞാൻ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നു. മൂന്നാമത്തെ വാഗ്ദത്തം ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ തരാമെന്നാണ്. പരിശുദ്ധാത്മാവിനെ തരും. അതിന് കാത്തിരിക്കണം, അതിനെ ഒരുങ്ങിയിരിക്കണം, അതിനെ യാചിക്കണം, ആത്മാവിന് വേണ്ടി ദാഹിക്കണം, ആത്മാവിനെ വിശ്വസിക്കണം. കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നൊന്ന് ചിന്തിച്ചതാണല്ലോ. ആത്മാവിനെ തരാമെന്നുള്ള വാഗ്ദത്തം പരിശുദ്ധാത്മാവിന് ലഭിക്കും. വാഗ്ദത്തമുണ്ട്. ഈ വാഗ്ദത്തങ്ങൾക്കുള്ളത് കൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പം നാം ഭയപ്പെടുക. ലഭിക്കാതെ പോകാം. വാഗ്ദത്തമുണ്ട്, പക്ഷെ കിട്ടണമെന്നില്ല. വാഗ്ദത്തം അത് തന്നു കഴിഞ്ഞിരിക്കും. വാഗ്ദത്തം തന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇനി എന്താ ചെയ്യേണ്ടത്? നാം നേടിയെടുക്കുക, അത് കൈക്കൊള്ളുക, അത് സ്വീകരിക്കുക, അത് സ്വന്തമാക്കുക. വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം നാം സ്വന്തമാക്കിയെടുക്കുക. ദൈവാത്മാവ് എന്ന വാഗ്ദത്തം കിട്ടിയേ കഴിയൂ. നമുക്ക് എല്ലാവർക്കും വേണം. അകത്ത് ആത്മാവിൻ്റെ ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. അതൊരു പ്രത്യേക സുഖമാണ്. ആത്മാവിൻ്റെ തീ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുക. ആ തീ കത്തിക്കൊണ്ട് വേണം ഒരാളുടെ സാക്ഷ്യം പറയാൻ. ആ തീ കത്തിക്കൊണ്ട് വേണമെന്നാണ് മക്കളെ വളർത്താൻ. നീ ആ തീ കത്തിക്കൊണ്ടാണ് നമ്മുടെ ഗർഭത്തിൽ കുഞ്ഞിനെ നാം ഇങ്ങനെ കരിപിടിപ്പിച്ചെടുക്കാൻ. ആ തീ കത്തിക്കൊണ്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വിടാൻ. ആ തീ കത്തിക്കൊണ്ട് വേണം നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം നാം നോക്കാൻ. എല്ലാം ആ തീ എപ്പോഴും ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കണം, തീ കത്തിക്കൊണ്ടിരിക്കണം. ദൈവാത്മാവ്, ദൈവത്തിന് സ്തോത്രം. പിന്നെ കണ്ടത് വാഗ്ദത്തം, ദിവ്യ സ്വഭാവം, ദൈവത്തിൻ്റെ ദൈവീകമായ സ്വഭാവം നമുക്ക് തരാമെന്ന്. ദൈവത്തിൻ്റെ സ്വഭാവം കിട്ടുന്നു. എന്താണത്? അപ്പോൾ അത് കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഒരു വിധത്തിൽ പറഞ്ഞാൽ പാവം ഒന്ന് വരരുന്ന നിർബന്ധമുള്ള ആളുകളാണ്. പാവം വരരുന്നുള്ള നിർബന്ധത്തോട് ജീവിക്കുന്നവരുമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മിൽ ദൈവസ്വഭാവം എത്ര കണ്ടുണ്ട്? ദൈവസ്വഭാവം, ദൈവികമായ സ്വഭാവം നമ്മുടെ ഉള്ളത്തിൽ എത്ര കണ്ടുണ്ട്? അത് തിരിച്ചറിയുമ്പോഴാണ് നാം ലജ്ജിതരാകുന്നത്. ഇല്ല, കാര്യം ഞാൻ പാവം പലതും വിട്ടു, പരിണമായ പാവങ്ങളൊക്കെ വിട്ടു, മനസ്സറിഞ്ഞ പാവം വരരുത് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ എന്നാൽ ദൈവസ്വഭാവം, ആ സ്വഭാവം എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹം മാത്രമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം വിശുദ്ധി മാത്രമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം പ്രാപിക്കുക, അതൊക്കെയാണ് ഓരോ തരത്തിൽ പറയുന്നത്. ദി ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഛായ പ്രാപിക്കുന്നു പറയുന്നു. നമ്മിൽ കൂടെ ദൈവത്തെ കണ്ണാടി പോലെ പ്രതിബിംബിക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്ന എല്ലാം ഒന്ന് തന്നെ. ദൈവത്തിൻ്റെ സ്വഭാവം പ്രാപിക്കുക. ആ ദൈവിക സ്വഭാവം നമ്മിൽ കൂടി വരുമ്പോഴാണ് നാം അനുഗ്രഹീതരായിത്തീരുന്നത്. ദൈവിക സ്വഭാവം പ്രാപിക്കാതെ നാം ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അപ്പക്കരെ ചെല്ലുമ്പോൾ നാം നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുകയില്ല. അത് സങ്കടകരമായ കാര്യം അതാണ്. ദൈവസ്വഭാവം ഇവിടെ വെച്ച് പ്രാപിച്ചില്ലെങ്കിൽ അക്കരെ ദേശത്തേക്ക് ചെല്ലുമ്പോൾ നാം ദൈവരാജ്യത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ നാം പുറത്തായി പോകും. ദൈവ സ്വഭാവം പ്രാപിക്കുക, അത് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്. പിന്നീട് നാം കണ്ടത് ഒരു വാഗ്ദത്ത ദേശം, ഒരു ദേശം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. റിയലായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭൂമി വരുന്നതിന് ഒരു ദേശം നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ ഒരു അനുഭവമല്ല, റിയൽ പ്ലേസ്, ഒരു സ്ഥലമാണ്. സ്വർഗം ഒരു സ്ഥലമാണ്, നരകവും ഒരു സ്ഥലമാണ്. എവിടെയാണെന്ന് ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഒരു സ്ഥലമാണ്. ഒരു സ്വർഗദേശം നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. സ്വർഗദേശം, സ്തോത്രം. വാഗ്ദത്ത ദേശം, ആ വാഗ്ദദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അബ്രഹാം യാത്ര ചെയ്തു പോയതുപോലെ വാഗ്ദദേശത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നു. അതൊന്നും വെറും അലങ്കാരികമായിട്ട് എടുത്താൽ പോരാ, അതെല്ലാം വസ്തുനിഷ്ഠമായിട്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരു റിയൽ പ്ലേസ് ഉണ്ട്, സ്വർഗം എന്നൊരു സ്ഥലമുണ്ട്, ഒരു വാസസ്ഥലമുണ്ട്, അവിടെ ഭവനങ്ങളുണ്ട്. സ്തോത്രം. നമ്മുടെ ഭാവനയ്ക്കൊന്നും ഒതുങ്ങുന്നില്ലതൊന്നും, നമ്മുടെ ചിന്താധാരയ്ക്ക് ഒതുങ്ങുകയില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ഥലമുണ്ട്.
ആ സ്ഥലത്തേക്ക് നാം പ്രയാണം ചെയ്യുകയാണ്. അബ്രഹാമിൻ്റെ ദൈവം വിളിച്ചുകൊണ്ട് പോയതുപോലെ നാം ഒരു വാഗ്ദേശത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, യാത്ര ചെയ്യുകയാണ്, തീർത്ഥയാത്രയാണ്. ഈ ഭൗതിക ജീവിതം വാഗ്ദേശത്തേക്കുള്ള യാത്രയാണ്. യാത്ര നിത്യജീവനിലേക്കുള്ള പ്രയാണം, ഭൗതിക ജീവിതത്തിൽ നിന്ന് വാഗ്ദേശത്തേക്കുള്ള പ്രയാണം, അതാണ് ഈ ആത്മീയമായി അർത്ഥത്തിൽ തീർത്ഥയാത്ര എന്ന് പറയുന്നത്. ക്രൈസ്തവ സമൂഹം ഇന്ന് അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ എത്രയോ ഭയാനകമായ രീതിയിൽ അധപ്പതിച്ചിരിക്കുന്നു. എല്ലാ സഭകളും, ഞാൻ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ മാത്രമല്ല പറയുന്നത്, എല്ലാ സഭകളും ആസ് എ ഹോൾ ഇന്ന് അധപ്പതിച്ചിരിക്കുകയാണ്. പൊതുവായി പറഞ്ഞാൽ അധപ്പതിച്ചിരിക്കുകയാണ്. പിന്നെ വ്യക്തിപരമായ വല്ല ചെറിയ ചെറിയ തെറ്റുകൾ നടത്തുന്നുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരു തീർത്ഥയാത്രയിൽ തന്നെയാണ് എന്ന് അറിയണം. തീർത്ഥയാത്ര, ആ തീർത്ഥയാത്രയിൽ വളരെ ക്ലേശമുണ്ട്. കാരണം നമ്മുടെ ഒരു പാട്ടിലുണ്ടല്ലോ, യാത്രക്കാരൻ പോകുന്ന വഴിക്ക് വലിയ ഭാരം, കുരിശുണ്ട്. കുരിശിന് ഒന്നിട്ട് പോയി നല്ല കട്ടിയായ കുരിശ്. എന്തൊരു ഭാരം, നടന്ന് നീങ്ങുന്നില്ല. എടുത്ത് ഒന്ന് വിയർപ്പാറ്റാനായിട്ട് ഒരു തണലിൽ നിന്നു. അപ്പോൾ അടുത്തൊരാൾ മരം വെട്ടുന്നുണ്ട്. അയാൾ പറഞ്ഞു, എനിക്ക് ആ കോടയിൽ ഒന്ന് തരാമോ? പിന്നെ തരാമല്ലോ. തീർത്ഥയാത്രക്കാരൻ അവനെ കോടാലി മേടിച്ച് കുരിശിൻ്റെ ഒരറ്റം വെട്ടിക്കളഞ്ഞു. പിന്നെ യാത്ര തുടർന്നു. യാത്ര പോകുമ്പോൾ അങ്ങനെ പ്രയാസമില്ല, കാരണം കനം കുറഞ്ഞല്ലോ, അല്പം കനം കുറഞ്ഞല്ലോ, സുഖമായിട്ട് യാത്ര ചെയ്തു. അങ്ങനെ യാത്രക്കാർ ധാരാളം പേരുണ്ട്. ഇങ്ങനെ ധാരാളം പേര് കുരിശിന് പോകുന്നവരുണ്ട് യാത്രക്കാർ. അങ്ങനെ ചെന്നു. യാത്ര അവസാനം സ്വർഗീയ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് അടുത്തപ്പോഴുണ്ട് അവിടെ വലിയൊരു ഗൾഫ്, വലിയൊരു കിടങ്ങുണ്ട്, വലിയൊരു കിടങ്ങ്. ആ കിടങ്ങ് അത് കടക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരെല്ലാം ചെയ്ത് ഇയാൾ നോക്കി. അവർ തോന്നുകൊണ്ട് കുരിശങ്ങ് വയ്ക്കുക. കുരിശങ്ങ് വെച്ചപ്പോൾ കുരിശ് പാലം പോലെ കിട്ടി. ആ പാലത്തിലൂടെ കയറി കടന്നു. കൊള്ളാം. ഇവനും കുരിശെടുത്ത് വെച്ചു. നീ പൊക്കുന്നില്ല, കാരണം മുറിച്ചു കളഞ്ഞു പോയല്ലേ. അയ്യോ കഷ്ടം, ഭാരമാണെന്ന് പറഞ്ഞ് മുറിച്ച് കളയണ്ടായിരുന്നു. അവൻ കരയുന്നു. ആ പാടുന്ന വഴിയത് ക്രൂശിന്റെ ഭാരം കുറയ്ക്കുവാനായി നീളം കുറുതാക്കിലോ സ്വർഗതുറമുഖത്തെത്തുവാനുള്ളൊരു പാലമതാവുകില്ല. സ്വർഗതുറമുഖത്തെത്തുവാനുള്ളൊരു പാലമതാവുകില്ല. ദൈവത്തിന് സ്തോത്രം. ക്രൂശിൻ്റെ ഭാരം കുറയ്ക്കാൻ നോക്കിയാൽ നഷ്ടമാണ്. ഈ യാത്രയിൽ, അങ്ങ് വാഗ്ദേശത്തേക്കുള്ള യാത്രയിൽ ക്രൂശിൻ്റെ ഭാരം കുറയ്ക്കാൻ നോക്കരുത്. അയ്യോ കഷ്ടപ്പാടാണല്ലോ കർത്താവേ, എന്നാ വേണ്ടത്, അങ്ങനെ ചിന്തിക്കരുത്. സത്യം പറഞ്ഞു തരാം, അനുഭവത്തോടെ ചേർത്താ പറയുന്നത്. കഷ്ടപ്പാടുള്ളത് നല്ലതാണ്, ദുരിതങ്ങളുള്ളത് നല്ലതാണ്, ചില ടെൻഷനുള്ളതൊക്കെ നല്ലതാണ്, പ്രയാസങ്ങളുള്ളത് നല്ലതാണ്, കുറച്ചേറെ ദുരിതങ്ങളും വേദനകളും ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ആ കടവ് കടന്നു കഴിയുമ്പോഴാണ് അറിയുന്നത്, ഈ എന്തൊരു ഭാഗ്യമായി പോയി എന്ന്. ഒരു പ്രത്യേക സ്ഥിതിയിൽ ഉള്ള സ്ഥാനം, അതിൻ്റെ അന്ത്യം കടന്നു കഴിയുമ്പോൾ അയ്യോ ഇത് എന്തൊരു ഭാഗ്യമായി പോയി. കഷ്ടതകൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ വേണ്ട എന്ന് വയ്ക്കരുത്. ഇങ്ങനെ പറയണം, കർത്താവേ കൃപ തന്നാൽ മതി, വഹിക്കാനുള്ള കൃപ തന്നാൽ മതി, ഈ വേദന സഹിക്കാനുള്ള കൃപ തന്നാൽ മതി, ഈ യാതന സഹിക്കാനുള്ള കൃപ തന്നാൽ മതി, കർത്താവേ ഈ ദുരിതം സഹിക്കാനുള്ള കൃപ തന്നാൽ മതി. ഈ ദുരിതം മാറ്റാൻ ഞാൻ പറയുന്നില്ല, ഒരുപടി കൂടി കടന്ന് പറയാം, ഈ രോഗം മാറ്റാൻ ഞാൻ പറയുന്നില്ല. സ്തോത്രം. എന്തായി പറയുന്നത്? നിങ്ങൾക്ക് രോഗത്തിന് വേണ്ടി രോഗസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നാണോ പറഞ്ഞത്? അല്ല കേട്ടോ, അല്ല. കർത്താവേ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ കർത്താവിനൊരിക്കൽ പറഞ്ഞു, കർത്താവേ എൻ്റെ രോഗത്തിന് സൗഖ്യം തരണമെങ്കിൽ തരാൻ നിനക്ക് കഴിയും. അക്കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. സ്തോത്രം.
സൗഖ്യം തരണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ സാധിക്കും. കാരണം നീ സർവശക്തനായ ദൈവമാണ്, എനിക്കറിയാം. നീ സർവ്വവല്ലഭനായ ദൈവമാണ്. എന്നാൽ എൻ്റെ ഈ രോഗം അവിടെ നിൽക്കണമെന്നുള്ളതാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ എനിക്കത് സമ്മതമാണ്, സന്തോഷമാണ്. ഞാൻ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളത് എൻ്റെ ആവശ്യമല്ല, നിൻ്റെ ആവശ്യമാണ്. കാരണം ഞാൻ എന്നെ നിനക്ക് തന്നുപോയി. എന്നെ നീ ഏൽപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ മുഴുവൻ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്നെ നിനക്ക് ഞാൻ തന്നു കഴിഞ്ഞത് കൊണ്ട് സ്തോത്രം. ഇനി എൻ്റെ രോഗം മാറണമോ മാറണ്ടയോ എന്നുള്ളത് എൻ്റെ കാര്യമല്ല, അത് നിൻ്റെ കാര്യമാണ്. വേണമെങ്കിൽ നിനക്ക് സൗഖ്യപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ കൂട്ടരെ? ഈ പറയുന്നതൊക്കെ പിടി കിട്ടുന്നുണ്ടോ? എൻ്റെ കർത്താവ് പറഞ്ഞതാണ്, തനിയെ ഇരുന്ന് ഏങ്കലടിച്ചുകൊണ്ട് പറഞ്ഞതാണ്, കർത്താവേ നിനക്ക് വേണമെങ്കിൽ സൗഖ്യം തരാം. വേണ്ടേ? നിനക്ക് വേണ്ടേ? പിന്നെ അല്ലെങ്കിൽ എനിക്ക് എന്തിനും? ഞാൻ പറഞ്ഞതാണ്, നിനക്ക് വേണ്ടേ സൗഖ്യം? എനിക്ക് കിട്ടുന്നുള്ളത് നിനക്ക് ആവശ്യമില്ലേ? വേണ്ട. കാരണം ഞാൻ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എൻ്റേതല്ല, നിന്നെ ഞാൻ പരിമേൽപ്പിച്ചു കഴിഞ്ഞല്ലോ. എൻ്റെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം എല്ലാം എൻ്റെ ജീവിതം, എൻ്റെ ഭാവി, സകലവും ഞാൻ നിന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞല്ലോ. മുഴുവൻ നിൻ്റെ കലയിലേക്ക് ഞാൻ തന്നു കഴിഞ്ഞതല്ലേ. വേണമെങ്കിൽ നിനക്ക് സൗഖ്യമാക്കാം. വേണ്ടേ? വേണമെങ്കിൽ വേണ്ട. നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട. സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ഇത്രയും വരെ കർത്താവ് നടത്തി, ഐശ്വര്യമായി നടത്തി, സമാധാനമായി നടത്തി, ഇന്നയോളം നടത്തി. ഓരോ സെക്കൻഡും മരണം വന്നാൽ അത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പലർക്കും ഇതൊന്നും മനസ്സിലാവില്ല. കാരണം അങ്ങനെ പറയുന്നതൊക്കെ പുറമേ കാണുന്നത് മരണം വരത്തക്കുള്ള രോഗം നിങ്ങൾക്ക് പുറമേ കാണുന്നില്ലല്ലോ. ശരിയാണ്, ഇല്ലായിരിക്കാം, എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഐ എം പ്രിപ്പയർഡ്. ഞാൻ എപ്പോഴും ഓരോ സെക്കൻഡും മരണം വന്നാൽ അതിനെ അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു കൺവിക്ഷൻ, നിങ്ങൾ സ്വന്തമായൊരു ബോധ്യം വേണം ജീവിതത്തിൽ. യേശുക്രിസ്തു എൻ്റെ ഉള്ളത്തിലുണ്ട്. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. ഞാൻ യേശുവിനായിട്ട് എൻ്റെ ജീവിതം കൊടുത്തു കഴിഞ്ഞു. എൻറ്റയർ ലൈഫ്, മുഴുവൻ ജീവിതം കൊടുത്തു കഴിഞ്ഞു. എൻ്റേതായി ഒന്നും ബാക്കി വയ്ക്കാൻ ഞാൻ മുഴുവൻ ഏൽപ്പിച്ചു കഴിഞ്ഞു. കർത്താവ് മുഴുവനായി നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ. എൻ്റെ ഭാവി, എൻ്റെ ജീവിതം, എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം, കർത്താവ് എനിക്കുള്ള സമ്പത്ത്, എനിക്കുള്ള വരുമാനം, എനിക്കുള്ളതെല്ലാം എവരിതിങ് എല്ലാം നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ. കർത്താവ് നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ. ഈ ഒരു പ്രാഗൽഭ്യം നോക്ക് വേണം, ഈ ഒരു ഉറപ്പ് നോക്ക് വേണം. ആ ഉറപ്പുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല, ഒന്നും പേടിക്കാനില്ല. വാഗ്ദേശത്തേക്ക് ഇങ്ങനെ ആശയോട് നോക്കി പാർത്തുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണെന്ന്. ഓരോ ചുവടും വെച്ച് പോവുകയാണ്. വാഗ്ദേശം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കുക, പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്തൊക്കെ പദവിയാണ് ഈ പറയുന്നത്? ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ നിങ്ങൾ ചേർക്കുമെന്നാണ് പറയുന്നത്. ക്രിസ്തു എവിടെ ഇരിക്കുന്നു അവിടെ നമ്മൾ ഇരുത്തുമെന്ന്, ക്രിസ്തു സദൃശാക്കി നമ്മൾ തീർക്കുമെന്ന്. സഹോദരങ്ങളെ, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ ആത്മീയരായി ജീവിക്കണം. ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നവരാണ്. ക്രിസ്തു നടക്കുന്നത് പോലെ നടക്കുന്നവരാണ്. ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഇരിക്കേണ്ടവരാണ്. ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഇരിക്കും. ഒരു കാലത്ത് നാം കടന്നു ചെല്ലുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് കയറി ഇരിക്കാനുള്ളതായ പദവിയും പ്രകാശവുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഭാഗ്യപദവിയാണ് നമ്മൾ വാഗ്ദത്തം തന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതൊരു വാഗ്ദത്തമാണത്, വാഗ്ദദേശം. അടുത്തതാണ് ജീവകിരീടം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതാണ് നാം ചിന്തിച്ചു വന്നത്. ജീവകിരീടം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പല കിരീടങ്ങളെക്കുറിച്ച് നമുക്കറിയാം. വാഴാത്ത കിരീടം, നീതിയുടെ കിരീടം, ശ്രേയസ്സിൻ്റെ കിരീടം, ജീവകിരീടം, പ്രശംസാ കിരീടം, അങ്ങനെ കിരീടങ്ങളെക്കുറിച്ചൊക്കെ നാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല. പക്ഷേ കിരീടത്തെക്കുറിച്ച് പറയുമ്പോൾ ആരും മറന്നു പോകാതിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 19-9 വാക്കിയെടുക്കൂ. ഇയ്യോബിൻ്റെ പുസ്തകം 19:9. എന്റെ തേജസ് അവൻ എന്റെ മേൽ നിന്ന് ഊരിയെടുത്തു, എന്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു. കിരീടം നീക്കിക്കളഞ്ഞു. ഇയ്യോബ് ഇരുന്ന് വലയുകയാണ്, ഇരുന്ന് കരയുകയാണ്. തലയിൽ കിരീടം ഉണ്ടായിരുന്നു, അഭിമാനകരമായ കിരീടം എനിക്കുണ്ടായിരുന്നു. പുറമെയുള്ളൊരു വലിയൊരു കിരീടം വെച്ചുകൊണ്ട് ഇയ്യോബ് ഇരിക്കുകയായിരുന്നു അല്ല അതിൻ്റെ അർത്ഥം.
ഉണ്ടായിരുന്നു, ഒരു മഹിമയുണ്ടായിരുന്നു, ഒരു പ്രത്യേകമായ തേജസ് ഉണ്ടായിരുന്നു. എൻ്റെ കിരീടം എൻ്റെ തലയിൽ നിന്ന് എടുത്തു കളഞ്ഞു. അനേകം ദൈവമക്കൾക്ക് കിരീടം ലഭിച്ചതാണ്. ദൈവമക്കൾക്ക് ജീവിതം സമർപ്പിച്ചപ്പോൾ ഒരു സ്വർഗീയ കിരീടം ലഭിച്ചതാണ്. പക്ഷേ ഇന്ന് കിരീടം അവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരവസരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു മോതിരം ഇട്ട് തന്നു എൻ്റെ കയ്യിൽ. എന്ന് പറഞ്ഞാൽ കയ്യിൽ മോതിരമൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹമോതിരം പോലും ഞാൻ ഉരിയതാണ്. അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, അതോട് ഉരിയെന്നേ ഉള്ളൂ. മോതിരമില്ല. പക്ഷേ എൻ്റെ കയ്യിലൊരു മോതിരം ഇട്ട് തരുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, മോതിരം കളയരുത് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മനസ്സിൽ ചിന്തയാണ്, എന്താ ഇങ്ങനെ കളയും, ഇത് കളയാൻ സാധ്യത എന്താ, അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ആരോട് ഞാൻ പറഞ്ഞില്ല. അടുത്ത പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ആ മോതിരം കാണുന്നില്ലല്ലോ. എങ്ങനെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മോതിരം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. സങ്കടമായിപ്പോയി. എനിക്ക് വലിയ സങ്കടമായിപ്പോയി. കർത്താവ് തന്ന ഒരു ആഭരണം, വെറും ആഭരണമല്ലല്ലോ, സ്വർണ്ണമൊന്നും അല്ലല്ലോ, അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. കർത്താവേ, നീ എനിക്ക് ദാനമായി തന്നത് ഞാൻ കളഞ്ഞു പോയല്ലോ, എവിടെ പോയി, അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ദൈവത്തിന് സ്തോത്രം. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഞാൻ എൻ്റെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അനുകൂലമല്ലാതെ പോയതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ദൈവിക സ്വഭാവത്തിന് അനുരൂപമായി ഞാൻ വന്നില്ല. ദൈവ സ്വഭാവത്തിന് അനുരൂപമായി ഞാൻ വരാത്തത് കൊണ്ട് ആ ദൈവത്തിന് തന്ന പൊന്മോതിരം എൻ്റെ കയ്യിലിരിക്കാൻ പറ്റില്ല. ദൈവം മാറ്റി കളഞ്ഞു. ഒരു സ്വർഗീയമായ ദർശനങ്ങളുടെ കാര്യമായി പറയുന്നത്, ആത്മീയമായ വെളിപ്പാടുകളുടെ കാര്യമാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ ദൈവം അണിയിച്ചതായി മോതിരം അവിടെ ഇല്ലായിരുന്നു. എന്നെ കണ്ട ഉടനെ എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മ പറഞ്ഞു, അയ്യോ മോതിരം നഷ്ടപ്പെടുത്തിയല്ലോ, സങ്കടത്തോടെ. സ്തോത്രം. ആരും പറിച്ചൂരി കളഞ്ഞതല്ല. എൻ്റെ സ്വഭാവപ്രകാരം ആ മോതിരം എൻ്റെ കയ്യിലിരിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിലായി ആ മോതിരം ചേർന്നിരിക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ സ്വഭാവം ഇനിയും മാറ്റം വരേണ്ടിയിരിക്കുന്നു. മാറ്റം വരാത്തത് കൊണ്ടാണ് ആ മോതിരം പോയത്. സ്വഭാവം, അതിലെൻ്റെ സെൽഫ്, എൻ്റെ സ്വയമുണ്ട്, എൻ്റെ ഈഗോയുണ്ട്, എൻ്റെ അഹന്തയുണ്ട്, എൻ്റെ പ്രശംസയുണ്ട്. എപ്പോഴും അയ്യോ മോതിരം പോയോ എന്നുള്ള ചിന്ത എനിക്ക് വരും. അപ്പോൾ പോയായിരിക്കുമോ ചിന്ത വരും. അതൊന്നും തെറ്റാണ്, വിശ്വാസമില്ല. പല പല കാര്യങ്ങൾ എൻ്റെ പിന്നിലുണ്ട്. ഞാൻ പിന്നെ ഇതെല്ലാം മനസ്സിലാക്കി എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടതെന്ന്. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തർക്കും കർത്താവ് ഒരു കിരീടം വെച്ച് തന്നിട്ടുണ്ട്. കിരീടം, ജീവിതം കർത്താവിന് സമർപ്പിക്കുമ്പോൾ ഒരു കിരീടം നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നൊരു വാക്യമുണ്ട്. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. കിരീടം പോകരുത്. ദൈവം നമുക്കൊരു മകുടം തന്നിട്ടുണ്ട്, മകുടം അണിയിച്ചിട്ടുണ്ട്. റൂക്കുദിശ പാറക്കലിത്താമടയുന്ന കിരീടം നമ്മുടെ തലയിൽ ചൊഴിച്ച് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് കിരീടം അടഞ്ഞു തന്നിട്ടുണ്ട്. ആ കിരീടം അത് നമ്മുടെ തലയിൽ നിന്ന് പോകാതെ സൂക്ഷിക്കേണ്ടതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കിരീടം അവിടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവം മാറണം. ദൈവം ദാനമായി അഡ്വാൻസായി തരും. ഇതെല്ലാം ദൈവം ആദ്യമായിട്ട് തരും, മുൻകൂട്ടി തരും. കിരീടം, അനുഗ്രഹങ്ങൾ തരും. ആ കിരീടം ഉള്ളപ്പോൾ ചിലപ്പോൾ നാം പറയുന്നു വചനത്തിന് വലിയ മൂർച്ചയുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ പ്രസംഗം വന്ന് ആളുകൾ സ്പർശിച്ചു. നോ, നെവർ. ഒന്നുമല്ല, കിരീടം ദാനമായിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഈ കിരീടം കൂടെ ഉള്ളത് കൊണ്ടാണ് ജനത്തിന് ഒരു ഭാവബോധം കിട്ടിയത്. എൻ്റെ യോഗ്യതയല്ല, എല്ലാം മുഴുവൻ എനിക്ക് എൻ്റെ മേൽ അർപ്പിച്ചതാണ്, ദൈവം തന്നതാണ്, എൻ്റേതില്ല. ആ ഒരു ബോധ്യം എനിക്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് സമാധാനം വർദ്ധിച്ച് വന്നത്. എൻ്റേതെന്ന് പറയുന്നത്, എൻ്റെ ഒരു പ്രസംഗമില്ല, സ്തോത്രം, എൻ്റെ ബൈബിൾ ക്ലാസ് ഇല്ല, എൻ്റെ പുസ്തകമില്ല, എൻ്റെ പാട്ടില്ല, സ്തോത്രം, ഒന്നുമില്ല, എൻ്റേതില്ല. കർത്താവേ, എല്ലാം നിൻ്റേത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സമർപ്പിച്ചപ്പോഴാണ് ഒന്നിനൊന്ന് ഇങ്ങനെ ആത്മാവിൻ്റെ അനുഭവങ്ങൾ കെട്ടി വരാൻ തുടങ്ങിയത്. ആത്മാവിൻ്റെ അനുഭവങ്ങൾ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടും. നിങ്ങൾ ഓർക്കൂ, നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കിരീടം നിങ്ങളുടെ തലമേൽ കെട്ടി കിരീടം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുക. അല്ല, കിരീടം ഇല്ലേ, കിരീടം കിട്ടുവാൻ നിങ്ങൾ ശ്രമിക്കുക. വേറെ ഒന്നും വേണ്ട, ഒരു സമ്പൂർണ്ണ സമർപ്പണം മാത്രം.
കർത്താവേ, ഇനി എനിക്ക് എൻ്റെതെന്ന് പറയാൻ ഒന്നുമില്ല കർത്താവേ. എൻ്റെ ശുശ്രൂഷയില്ല, എൻ്റെ വേലയില്ല കർത്താവേ, എൻ്റെ കഴിവില്ല, എൻ്റെ പ്രാഗൽഭ്യമില്ല, എൻ്റെ പാരമ്പര്യമില്ല. സ്തോത്രം കർത്താവേ. എൻ്റെ പരിശീലനമില്ല, ഒന്നുമില്ല കർത്താവേ. ആകെയുള്ളത് ഞാനെന്ന് പറയുന്ന വ്യക്തി നീ വിലയ്ക്ക് വാങ്ങിയ നിന്റെ സ്വന്തം ആൾ മാത്രം, സ്വന്തം വ്യക്തി, നിൻ്റേത് മാത്രം, എൻ്റെ ഇനി ഒന്നുമില്ല. ഇങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ അപ്പോൾ ഈ കിരീടം നമ്മുടെ തലമേൽ വരും. സ്വർഗീയ കിരീടം നമ്മുടെ തലയിൽ വയ്ക്കുമ്പോൾ നാം സന്തുഷ്ടരായിത്തീരും. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയ്ക്ക് കരുത്തുണ്ടാകും, ശുശ്രൂഷ ബലമുള്ളതായിത്തീരും, ശുശ്രൂഷ ഫലവത്തായിത്തീരും. അനേകരുടെ ആത്മാക്കളെ തൊടും, അനേക ആത്മാക്കൾക്ക് അത് സ്വർഗീയ വചനത്തിൻ്റെ സ്പർശനം ലഭിക്കുകയും അവരും ഉണരുകയും ചെയ്യും. നിങ്ങൾ ഇടപെടുന്ന വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും, കുഞ്ഞുങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കും, ഭർത്താവിന് സമാധാനം കൊടുക്കാൻ സാധിക്കും, ഭാര്യയ്ക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കും, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ മേലെ കിരീടം ഉണ്ടായിരിക്കും, ആത്മാവിൻ്റെ കിരീടം ശിരസിൽ, പരിശുദ്ധാത്മാവിന്റെ കിരീടം വഹിച്ചുകൊണ്ട് നിൽക്കുക. സ്തോത്രം. നിത്യനായ ദൈവം തരുന്ന കിരീടം വഹിച്ചുകൊണ്ട് നിൽക്കുക. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. നിസ്സാരരായ ഞങ്ങളോടുകൂടെ വസിപ്പാൻ തക്കവണ്ണം തിരുമനസ്സായ കൃപയ്ക്കായി സ്തോത്രം. അത് എല്ലാവരെയും തൊട്ടതിനായി സ്തോത്രം. ആവശ്യക്കാരെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സമാധാനം നൽകിയതിനായി സ്തോത്രം. രോഗസൗഖ്യം തന്നതിനായി സ്തോത്രം. അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ തന്നതിനായി സ്തോത്രം. എല്ലാ നന്മകൾക്കായും സ്തോത്രം. രണ്ടാമത് വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.